ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിക്കൊണ്ടുള്ളൊരു ജീവിതത്തിന് നാം ഓരോരുത്തരും സദാസമയങ്ങളിലും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുകയും ഏറ്റവും നല്ല ഈമാനുള്ള മരണം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില ഗുണപാഠങ്ങൾ എൻ്റെ കഴിഞ്ഞ അവസരത്തിൽ ഖുതുബയിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ ഗുണപാഠങ്ങളിൽ നാം എങ്ങനെയാണ് അതിനെ പഠിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് എന്നതിൻ്റെ ഒരു ചെറിയ വിശദീകരണം അവിടെ നമ്മൾ ലഭിക്കുകയുണ്ടായി. സാന്ദർഭികമായി ഇന്ന് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ ആവശ്യമായതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നമ്മളോട് ചേർത്ത് പഠിക്കേണ്ടുന്നതുമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് പേര് പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉമ്മ മറിയം ബീവി. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്ര സംഭവം പഠിക്കുമ്പോൾ ലോകത്ത് ഇന്ന് ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട അടിസ്ഥാന ചിന്താധാരകളുണ്ട്, 3 അഭിപ്രായങ്ങളുണ്ട്. അതിൽ യഹൂദികൾ പറയുന്നത് ഈസാ നബി എന്ന പ്രവാചകൻ ഒരു ജാരസന്താനമാണ്. നഊദു ബില്ലാഹ്, നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത വാക്കാണ് അവർ പറയുന്നത്. ക്രിസ്ത്യാനികൾ അവരഭിപ്രായപ്പെടുന്നത് ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ്, പിന്നെ അവിടുന്ന് കയറി ദൈവമാണ്, പിന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവി എന്ന മോഡലിലേക്ക് കയറി അതിലൊരാളാണ് എന്നൊക്കെ പറഞ്ഞ് അതിരുവിട്ടപ്പുറം കടന്നവരുമായി. ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു മുസ്ലിം ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും ഉറച്ചു വിശ്വസിക്കേണ്ടതുമായ കാര്യം, ഈസാ നബി തന്നെ പറഞ്ഞു, ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്, വറസൂലു, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദൂതനാണ്, പ്രവാചകനാണ് എന്ന് മാത്രവുമല്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു ജാരസന്താനം എന്ന് യഹൂദികൾ വിളിക്കുമ്പോൾ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ഉമ്മാനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മഹത്തരമായ 2 വനിതകളിൽ ഒരാളാണ് മറിയം ബീവി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രശംസയാണ് അവിടുന്ന് കൊടുത്തിരിക്കുന്നത്. എന്നു മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാകും, സൂറ മറിയം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ പേരാ കൊടുത്തിരിക്കുന്നത്. ആ ഉമ്മയുടെ മകനായി ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചതിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചരിത്രത്തിലുണ്ട്. സ്വാഭാവികമായും ഒരു വിശ്വാസി ഈ പ്രവാചകന്റെ ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം എന്തായിരുന്നു അതിന്റെ പിന്നിൽ. രണ്ടാമത് പഠിക്കേണ്ടത് ഈസാ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണെന്ന് കാണിച്ചതിന്റെ മുഅ്ജിസത്ത് എന്തൊക്കെയായിരുന്നു, അത്ഭുതങ്ങൾ എന്തൊക്കെ കാണിച്ചു. മൂന്നാമത് പഠിക്കേണ്ടത് അള്ളാഹുവിലേക്ക്, ആകാശ ലോകത്തേക്ക് ജീവനോടെ ഉയർത്തിക്കൊണ്ടുപോയ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം, അതെങ്ങനെയായിരുന്നു. നാലാമത് പഠിക്കേണ്ടത് ഈസാ നബി അലൈഹിസ്സലാം ലോകത്ത് ഇനിയും രണ്ടാമതും ഇറങ്ങുമെന്ന് പറയുന്നതിൽ പ്രമാണമുണ്ടോ, സത്യമാണോ. ഇതൊന്നും പഠിക്കാതെ ആകുമ്പോഴാണ്, അറിയാതെ ആകുമ്പോഴാണ് നമ്മൾ വസ്വാസുകളിലും പിഴച്ച വാദങ്ങളിലേക്കും അബദ്ധങ്ങളൊക്കെ പറയുന്നിടത്തുമൊക്കെ കടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾ ഇന്ന് സങ്കടത്തോടെ പറയാറുണ്ട്, സഹോദരങ്ങളെ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. നാട്ടിൽ യഥാർത്ഥ ദീനിയായ പഠനങ്ങളും ഗവേഷണങ്ങളും ശരിയായ രൂപത്തിൽ എത്താത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടും നമസ്കരിക്കുന്ന ജുമുഅക്ക് വരുന്ന പള്ളിയിൽ വരുന്ന എത്രയോ ആളുകൾ മനസ്സിനുള്ളിൽ നിരീശ്വരവാദം കൊണ്ടു നടക്കുന്നവരുണ്ട്. പരലോക വിശ്വാസം ശരിപ്പെടാത്തവരുണ്ട്. അവർ ഒരു പക്ഷെ പള്ളിയിലുണ്ടാകാം, നമസ്കരിക്കാൻ വരുന്നുണ്ടാകാം എന്ന് ആ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ബോധ്യപ്പെട്ട ആളുകളുടെ അടിസ്ഥാനത്തിൽ സംസാരങ്ങളിൽ ചില ആളുകളൊക്കെ ഗൗരവത്തോടെ സൂചിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഗൗരവത്തോടെ ദീനീ വിഷയങ്ങൾ പഠിക്കാതെ പോയാലുണ്ടാകുന്ന അപകടമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചാൽ ഫലസ്തീനിലെ
ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചരിത്രത്തിലേക്ക് തന്നെയാണ് അവിടെയും പോകുന്നത്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം അവരതാ അവിടെ വളരുകയാണ്. ഈസാ സക്കറിയ നബി അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിലായി അവിടെ വരുന്ന രംഗം പഠിപ്പിക്കുന്നുണ്ട്. മറിയം ബീവി ആരാധനകൾ കൂടുതലായി നിർവഹിക്കാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് അല്പം മാറി താമസിക്കുകയാണ് ഉണ്ടായത്. ഒരു സഹോദരി എന്ന നിലക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ ആരാധനകളുമായി മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പന മറിയം ബീവിക്കുണ്ടായി. യാ മറിയം ഖുനുതീ ലിറബ്ബികി വസ്ജുദീ വർക്കഈ മഅർ റാക്കിഈൻ. യാ മറിയമു, അല്ലയോ മറിയമേ, ഖുനുതീ ലിറബ്ബികി, നീ നിന്റെ റബ്ബിന് വേണ്ടി താഴ്മ കാണിക്കുക, അനുസരണം കാണിക്കുക. വസ്ജുദീ, നിന്റെ റബ്ബിന് വേണ്ടി സാഷ്ടാംഗം നമിക്കുക. വർക്കഈ, നീ റുകൂഇൽ ഏർപ്പെടുക. മഅർ റാക്കിഈൻ, റുകൂഇലാകുന്നവരുടെ കൂടെ. അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുന്ന മാതൃകാപരമായ ഒരു ജീവിതത്തിന്റെ ഇടക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിലായി പ്രത്യക്ഷപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു വാർത്ത പറഞ്ഞു. പരിശുദ്ധനായ ഒരു മകൻ നിനക്ക് തരാനുണ്ട്, നിനക്ക് സമ്മാനമായി പടച്ചറപ്പ് തരാൻ വിധിച്ച കാര്യം പറയാനാ വന്നത്. മറിയം ബീവി ചോദിക്കുകയാണ്, എനിക്ക് എങ്ങനെയാ ഒരു മകൻ ഉണ്ടാകുന്നത്? എന്നെ ഒരു പുരുഷൻ എന്ന നിലക്ക് ഒരാളും എന്നെ അത്തരത്തിൽ ടച്ച് ചെയ്തിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു വേണ്ടാത്ത കാര്യത്തിന് പോയിട്ടുമില്ല. പിന്നെ എനിക്ക് എങ്ങനെയാ ഒരു സന്താനം ഉണ്ടാകുന്നത്? സഹോദരങ്ങളെ, വിശ്വാസം പഠിക്കണം. അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആദം നബി അലൈഹിസ്സലാം ലോകത്തുണ്ടായല്ലോ, ബാപ്പയുണ്ടോ ഉമ്മയുണ്ടോ? എന്നിട്ട് ആദം നബി അലൈഹിസ്സലാം ഇവിടെ ജനിച്ചില്ലേ, ജീവിച്ചില്ലേ, വളർന്നില്ലേ? അതുപോലെ അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം അവിടുന്ന് പറഞ്ഞു കൊടുത്തു. കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ, അതൊക്കെ നിന്റെ റബ്ബിന് എളുപ്പമാണ്, നിന്റെ റബ്ബിന്റെ തീരുമാനമാണ്, അത് നടപ്പിലാകും. നാട്ടുകാര് അവിടുന്ന് എഴുന്നേറ്റ് വന്ന് പരിഹാസത്തോടെ ചോദിക്കാൻ തുടങ്ങി, അല്ലയോ ഹാറൂനിന്റെ പെങ്ങളെ, നിന്റെ വാപ്പി ഉമ്മയ്ക്ക് നല്ല മനുഷ്യന്മാരായിരുന്നു, നീ എന്താണ് ഇങ്ങനെയായി പോയത് എന്ന പരിഹാസ ശകാരങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാണ്. അതെല്ലാം സഹിച്ച് ക്ഷമയോടെ ഇരിക്കുമ്പോഴാണ് അതിനൊരു തെളിവായിക്കൊണ്ട് ആ കുഞ്ഞ് ജനിക്കുന്നതും തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് സംസാരിക്കുന്ന ആ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുട്ടി സംസാരിക്കും എന്ന് പറയുന്നതും, തൊട്ടിലിൽ കിടന്ന് അത്ഭുതകരമായി സംസാരിച്ച ലോക ചരിത്രത്തിലെ 3 കുട്ടികളിൽ ഒരാളായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംസാരം ഇതായിരുന്നു. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാന്നല്ല പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ, എനിക്ക് അല്ലാഹു വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനീ നബിയാ, എന്നെ ഒരു നബിയാക്കി അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. വജഅലനീ മുബാറകൻ, എന്നെ അനുഗ്രഹീതനാക്കിയിട്ടുണ്ട്. ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും. വഔസാനി, എനിക്ക് വസിയത്ത് നൽകിയിട്ടുണ്ട്. ബിസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം. വസ്സകാതി, സകാത്തിന്റെ കാര്യം. മാദും തുഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ഈ തൊട്ടിലിൽ കടന്ന് സംസാരിച്ച ചില വാക്കുകളുണ്ട്. ആ വാക്കിന്റെ ഇടയിൽ പോലും കടന്നു വന്നു, എനിക്ക് നിസ്കാരമുണ്ട്, എനിക്ക് സകാത്തുണ്ട്. നമസ്കാരത്തിന്റെയും സകാത്തിന്റെയും കാര്യത്തിന്റെ ഗൗരവം ഒരു പ്രവാചകന്റെ മുഅ്ജിസത്തിന്റെ സംസാരത്തിന്റെ ഇടയ്ക്ക് വരാനുള്ള കാരണം എന്താ? അത് ഇസ്ലാമിലെ നെടുംതൂണുകളാണെന്ന് ആ കാലഘട്ടത്തിലും തെളിയിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൽ ജാഗ്രതയും ശ്രദ്ധയും കാണിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ അതിനോട് ചേർത്ത് വെച്ച സകാത്ത് നമ്മൾ എത്ര പേര് ഗൗരവത്തോടെ കാണാറുണ്ട്? ഒരു റമദാൻ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല, അടുത്ത ഏതെങ്കിലും ഒരു മാസം കാത്തിരിക്കേണ്ട. നമ്മുടെ സകാത്തിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഇനി വൈകിക്കൂടാ. സ്വർണത്തിനു സകാത്തുണ്ട്, കച്ചവടത്തിന് സകാത്തുണ്ട്, സാലറി
സാലറിക്ക് സക്കാത്തുണ്ട്, കൃഷിക്ക് സക്കാത്തുണ്ട്, കന്നുകാലികൾക്ക് സക്കാത്തുണ്ട്. കൊടുക്കേണ്ടവർ അതിന്റെ മാനദണ്ഡം പാലിച്ചത് കൊടുക്കാത്തിടത്തോളം കാലം അയാളുടെ സമ്പത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ട്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക, സക്കാത്ത് എന്ന് പറയുന്നത് കേവലം ഒരു മാസത്തെ റമദാനിന്റെ ഇടയ്ക്ക് ചർച്ച ചെയ്യേണ്ട ഒന്നല്ല. ഈ മുസ്ലിം ഉമ്മത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശുദ്ധീകരണത്തിലും നാടിന്റെ ഏറ്റവും നല്ല സമ്പത്ത് നിലനിർത്തുന്നതിലും ബറക്കത്ത് വർദ്ധിപ്പിക്കുന്നതിലും സമൂഹത്തിൽ ദാരിദ്ര്യവും പ്രയാസങ്ങളും നീക്കാനും ഇസ്ലാം കണ്ടെത്തിയ മാർഗമാണ് സക്കാത്ത് സംവിധാനം. അതിനെ നമ്മൾ മാറ്റിവെക്കരുത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സംസാരത്തിൽ അത് കടന്നു വന്നു. അങ്ങനെ നോക്കൂ, ഒരു കുഞ്ഞു ബാലൻ സംസാരിക്കുന്നുവെങ്കിൽ, പിതാവില്ലാതെ ജനിക്കുന്നുവെങ്കിൽ, മുൻമാതൃകയില്ലാതെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതുപോലെ ഇതേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിലും അത്ഭുതമുണ്ട്. അത് പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സവിശേഷതകൾ പഠിക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനമാണ് ഒരു പിതാവില്ലാതെ ജനിച്ചു എന്നതും. ഉലുൽ അസ്മിന്റെ 5 ലോക പ്രമുഖരായ പ്രവാചകന്മാരിൽ ഒരാളാണ് ഈസാ നബി അലൈഹിസ്സലാം എന്നതും ചരിത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് അതിന്റെ സവിശേഷതയായി മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്വവും സ്ഥാനവും ഉണ്ടെന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ വായിച്ചാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ 4 പേരുകൾ കാണാൻ സാധിക്കും. ഒരിക്കലും ദൈവപുത്രനാണെന്നോ ജാരസന്താനമാണെന്നോ ഉള്ള വാദമല്ല. ഈസ ഇബ്നു മറിയമ, ഒരു പേര് അങ്ങനെയാ കൊടുത്തിരിക്കുന്നത്, മറിയമിന്റെ പുത്രനായ ഈസ. മറ്റൊരു പേര് അൽ മസീഹ്, 10 സ്ഥലത്ത് അൽ മസീഹ് എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തേത് കലിമത്തുല്ലാഹ്, 3 സ്ഥലത്ത് ആ പേര് കൊടുത്തിട്ടുണ്ട്. റൂഹുല്ലാഹ്, അല്ലാഹുവിന്റെ റൂഹ് എന്ന പേരും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ പ്രവാചകന് ലഭിച്ച സ്ഥാനങ്ങളാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് ധാരാളം മുഅ്ജിസത്തുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. കുട്ടിക്ക് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചതുണ്ട്, കളിമൺ പക്ഷികൾക്ക് ജീവൻ നൽകിയ ചരിത്രമുണ്ട്, വെള്ളപ്പാണ്ട് ചികിത്സിച്ചതുണ്ട്, മരിച്ചവരെ ജീവിപ്പിച്ച അള്ളാന്റെ അനുമതി പ്രകാരം പ്രവാചകനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചില സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചു, വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയാനുള്ള അള്ളാന്റെ അനുമതി പ്രകാരമുള്ള ചില സവിശേഷത കൊടുത്തിട്ടുണ്ട്. എന്തിനാ? ബനു ഇസ്രായേലുകാര് താങ്കൾ ഒരു നബിയല്ല എന്ന് നിഷേധിച്ചപ്പോ പ്രവാചകനാണെന്ന് തെളിയിക്കാൻ മുഅ്ജിസാത്തുകൾ കൊടുത്തു. ഒരുപാട് കാലം ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചു. അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശത്രുക്കൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ ശ്രമിക്കുകയാണ്. തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്ത് പ്രവാചകന്മാരെ കൊല്ലുന്ന കാര്യത്തിൽ ബനൂ ഇസ്രായേലുകാരുടെ ഒരു പ്രധാന സവിശേഷതയായി ചരിത്രം രേഖപ്പെടുത്തുക, അവരുടെ നാട്ടിലെ അവർ തുടർന്ന് വന്നിരുന്ന സമ്പ്രദായങ്ങളെ ആരാണോ എതിർക്കുന്നത് അവരെ വധിക്കും. നമ്മുടെ ഒക്കെ നാടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നിലക്കുള്ള വഴികേടുകൾ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ അദ്ദേഹത്തെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെടുത്തി കളയും, ചിലയിടത്തൊക്കെ കൊന്നുകളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കടന്നു വന്ന ഈസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിയരുടെ ഇടയിൽ കയറി ചെന്ന് ദഅവത്ത് നടത്തി ജനങ്ങളെ തിരുത്താൻ ശ്രമിച്ചപ്പോ അവര് കൊല്ലാൻ പുറപ്പെടുകയാണ്. മാത്രമല്ല സാദൃശ്യമുള്ള ഒരാളെ കിട്ടിയപ്പോ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. വഖൗലിഹിം, എന്നിട്ട് യഹൂദികൾ പറയാൻ തുടങ്ങി, ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ, മറിയമിന്റെ പുത്രനായ ഈസയെ ഞങ്ങളൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ ഖതലൂഹു, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. വമാ സ്വലബൂഹു, നിങ്ങൾ ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, പക്ഷേ അവർക്കൊരു സാദൃശ്യം തോന്നിയിട്ടുണ്ട്. ഈസാ നബിയാണ് എന്നൊരു രൂപസാദൃശ്യം ഒരാളെ തോന്നിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് അങ്ങ് ഉയർത്തി. ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ സന്ദേശം ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രവാചകരിൽ ഈസാ നബി അലൈഹിസ്സലാം ഇതുവരെ മരണപ്പെട്ടിട്ടില്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഇനി ഖിയാമത്ത് നാളിന്റെ മുമ്പ് ആകാശ ലോകത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഖുർആനിലെ 4 ആയത്ത് വായിച്ചാൽ മതി. 4 ആയത്തുകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്ന് സൂചിപ്പിക്കുന്ന സൂറത്ത് സുഹ്റുഫിന്റെ 61 അടക്കമുള്ള ആയത്തുകളിലൂടെ
ആ ഇറക്കത്തെ സൂചിപ്പിച്ചു. ഹദീസിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ദമസ്കസിലുള്ള വെളുത്ത മിനാരത്തിൽ, മസ്ജിദുൽ ജാമിഉൽ മസ്ജിദിന്റെ മിനാരത്തിൽ ഇറങ്ങി വരും. അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും അറബിയില്ല, അവിടുത്തെ ഭാഷയായിക്കൊണ്ട് അറാമിക് ഭാഷ, ഈസാ നബിന്റെ ഭാഷ സംസാരിക്കുന്നു. ഒരു സുബ്ഹിന്റെ നമസ്കാര സമയത്താണ് ഇറങ്ങി വരിക. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ദജ്ജാലിനെ വധിച്ചു കളയുന്ന സംഭവമൊക്കെ കഴിഞ്ഞ കാല ഖുത്ബകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത്തരം സംഭവങ്ങളൊക്കെ അവിടെ നിലനിൽക്കെ ഇതേതെങ്കിലും ഒരാളുടെ വാക്കുകളല്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ ലോക ചരിത്രത്തിൽ പ്രമാണങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഏറ്റവും ലളിതമായി നാം മനസ്സിലാക്കുക, ഈ വിഷയത്തിൽ ഇന്ന് ക്രിസ്തീയരായ ആളുകൾക്ക് സംഭവിച്ച അബദ്ധം എന്താ? ഈസാ നബി അലൈഹിസ്സലാം എന്ന ഈ പുണ്യ പ്രവാചകനെ അവർ ആരാധിക്കാൻ തുടങ്ങി. മുസ്ലിങ്ങളെ ആലോചിക്കണം കേട്ടോ. എപ്പോഴാ ളാലീൻ എന്ന് അവരെ പറ്റി പറയേണ്ടി വന്നത്? ഒരു നല്ല മനുഷ്യനെ, ഒരു നല്ല പ്രവാചകനെ ഒരു നാട്ടിലെ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ ളാലീനാകുന്നത്. അത് ഔലിയായാലും മഹാനായാലും ആരായിക്കോട്ടെ, അവരെ ആരാധിക്കാനുള്ള അവകാശം ഒരു സൃഷ്ടിക്കല്ല കൊടുത്തിട്ടില്ല. ക്രിസ്ത്യർക്ക് എന്തു പിഴവാണ് സംഭവിച്ചത്? ഈസാ നബി എന്ന പ്രവാചകനെ അവർ ആരാധിക്കാൻ തുടങ്ങി. പ്രശംസിച്ച് പ്രശംസിച്ച് ദൈവപുത്രനാണെന്ന് വാദിച്ചു, ത്രിയേകത്വത്തിന്റെ ട്രിനിറ്റിയുടെ ഒരാളാണെന്ന് വാദിച്ചു. ഖുർആൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ വാദം, അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി ദൈവത്തിന്റെ പുത്രനാണെന്ന വാക്ക് പറയുന്നത് ആകാശലോകം പൊട്ടിപ്പിളരാൻ മാത്രം അള്ളാഹ്ക്ക് ദേഷ്യമുള്ള കാര്യമാണ്. അത് പറയരുത്. നമ്മളൊക്കെ ചെറിയ കുഞ്ഞുനാളിൽ പഠിച്ച ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പഠിപ്പിച്ചല്ലോ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല, അവനെ ആരും ജനിപ്പിച്ചതല്ല, അല്ലാഹു ഒരിക്കലും ആരുടെയും പിതാവല്ല, അല്ലാഹുവിന് ഒരാളും മക്കളായിട്ടില്ല. ഇത് വിശേഷിച്ച് പഠിപ്പിക്കപ്പെടുന്നവരാണ് നമ്മൾ. ഇനി ആരെങ്കിലും അങ്ങനെ വാദിച്ചാൽ വഖാലു തഖദ റഹ്മാനു വലദാ, റഹ്മാനായ റബ്ബിന് സന്താനമുണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദാ, ഗൗരവമായ വാക്കാണ് പറയുന്നത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവതങ്ങൾ പൊട്ടിപ്പിളരാൻ മാത്രം, ഭൂമി വിണ്ടുകീറാൻ മാത്രം, ആകാശം ഉഴുന്ന താഴേക്കിറങ്ങാൻ മാത്രം ഗൗരവമുള്ള വാക്കാണത്. ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരാളുടെ വാക്കിൽ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന വാദം തന്നെ പറയാൻ പാടില്ല. എങ്കിൽ അത് ആഘോഷമാക്കി നടത്തുന്നതാണ് ക്രിസ്മസ്. സംശയമില്ല. അള്ളാഹു ഒരിക്കലും സമ്മതിക്കാത്ത, ഇഷ്ടപ്പെടാത്ത കാര്യം അങ്ങനെ ഒരു ദൈവപുത്രനാണ് ജനിച്ചത് എന്നും അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ആഘോഷങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ വിശ്വാസികളായ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇത് എങ്ങനെയാണ് നമുക്കതിനെ ആനന്ദിക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട അവരുടെ ആഘോഷങ്ങളുടെ പിന്നിലെ ചരിത്രം അതാണെങ്കിൽ അവർ കേക്ക് മുറിക്കുന്നു, പുൽക്കൂടൊരുക്കുന്നു, വീടുകളിൽ സ്റ്റാഗർ ഒരുക്കി തൂക്കുന്നു, വീടുകളിൽ രാത്രി സമയങ്ങളിൽ കരോൾ പാട്ടും ഡാൻസും നടത്തുന്നു. അത് അവരുടേതായ വിശ്വാസ ആചാരങ്ങളാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന മതമൈത്രിയും മനുഷ്യ സൗഹാർദ്ദമൊക്കെ സൂക്ഷിച്ചു ജീവിക്കേണ്ട നമ്മളെങ്ങനെയാണ് മറ്റൊരു മതസ്ഥന്റെ ഈ തെറ്റായ അബദ്ധ ധാരണകളെ മുഴുവൻ ശരിവെക്കുന്ന രൂപത്തിൽ നമ്മുടെ വീടുകളിൽ എങ്ങനെയാ സ്റ്റാർ തൂക്കപ്പെടുന്നത്? നമ്മുടെ കടയിലൊക്കെ തൂക്കിച്ചില്ലേ? എന്തിനാ? ഒരു സൗഹാർദ്ദം. കേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ ഞാൻ ഇനി ഒരു ബാക്കിലാകുമെന്ന് വിചാരിച്ച് മത്സരിച്ച് ആശംസ കൈമാറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഇതൊക്കെ ഒരു നാടാകുമ്പോൾ ഇതൊക്കെ ചെയ്യണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വാക്കുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു മറ്റൊരു ഖൗമിനോട് സാദൃശ്യമുണ്ടായാൽ, അവരെ പള്ളി പോണമെന്നൊന്നുമില്ല, അവരെ മാലയിടണമെന്നൊന്നുമില്ല, അവരോട് സാദൃശ്യമുണ്ടായാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽ പെട്ടവനാണ്. ഒരു സാദൃശ്യത്തിലേക്ക് പോലും പോകാൻ പറ്റൂല എന്ന് മാത്രമാണോ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന? കച്ചവടക്കാരെ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് ആശംസ കൈമാറുന്ന, അതിനെ വിജയിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്തുനിന്ന് പരമാവധി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളോട് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ഖാലിഫുൽ യഹൂദ വൻ നസാറാ, യഹൂദികളോടും നസാറാക്കളോടും നിങ്ങൾ എതിരാകണം.
അവരെ പിന്തുണക്കല്ല, അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയല്ല. ആരാധനകളുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർക്ക് നിങ്ങൾ എതിരാകണം. പല നോമ്പ് പഠിപ്പിച്ചപ്പോൾ, പല നമസ്കാരം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവർക്ക് എതിരാകണം. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദികൾക്ക് നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടായിട്ടുണ്ട്, ശാപമുണ്ട്. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് കൊണ്ടാണ്. ഈ പണി നമ്മുടെ മഹല്ലിൽ നടക്കണില്ലേ? ഈ പണി നമ്മുടെ നാട്ടിലെ ഉറൂസുകളിലും മഖാമുകളിലും നടക്കണില്ലേ? അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ മസ്ജിദുകളാക്കി മാറ്റിയതിന്റെ പേരിൽ യഹൂദി നസാറാക്കൾക്ക് ശാപമുണ്ട്. ഈ പണി നമ്മൾ ചെയ്യുകയാണെങ്കിലോ നമ്മൾ അവരുടെ അതേ പണിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ബോധമറ്റു വീഴാറുണ്ടായിരുന്നു. അസുഖം മൂർച്ഛിക്കുന്ന സമയത്ത്, ആ ബോധം തെളിഞ്ഞു വന്ന സമയത്താണ് ആ വസിയത്ത്, നിങ്ങൾ അവരെ സൂക്ഷിക്കണം, അവരുടെ ഇബാദത്തുകളുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ ശ്രദ്ധിക്കണമെന്ന. ശിബ്റം ബിശിബ്രിം വദിറാഅം ബിദിറാ, എന്റെ ഉമ്മത്തിന് നാശം വരുന്നത് എപ്പോഴാണെന്നറിയുമോ? മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു കാലം വന്നാൽ എന്റെ ഉമ്മത്തിന്റെ നാശം അവിടെ തുടങ്ങുന്നു. നമ്മൾ ആലോചിക്കുക, ബർത്ത്ഡേ സംസ്കാരങ്ങൾ എല്ലാം നല്ല ഭക്തിയുള്ളവരാണ്, നല്ല മനുഷ്യന്മാരാണ്, നല്ല കൃത്യമായ ഇബാദത്തുള്ളവരാണ്. പക്ഷേ വീടുകളിൽ നടക്കുന്ന പലതും ഇത്തരത്തിൽ പിന്നെ പ്രവാചകന്മാരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ലാത്ത ഈ മതത്തിൽ നമ്മുടെ കുഞ്ഞിന്റെ, നമ്മുടെ സ്വന്തത്തിന്റെ ബർത്ത്ഡേ ഇസ്ലാമിലെ ഏത് കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റും? അത് ചെയ്യുന്നെന്ന് മാത്രമല്ല, അത് പ്രചരിപ്പിക്കുന്നു, അതിന് പ്രോത്സാഹനം കൊടുക്കുന്നു, അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുന്ന വീട്ടുകാർ ആലോചിക്കണം. ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഈ ആളുകളുടെ മാർഗം പിൻപറ്റുന്ന സ്വഭാവം നമുക്ക് എങ്ങനെ വന്നു എന്നൊരു പക്ഷേ വീട്ടിലെ നമ്മുടെ ഭാര്യമാർക്ക് അതറിയായിരിക്കില്ല, നമ്മുടെ മാതാക്കൾക്കോ പിതാക്കൾക്കോ ഇത് ഇത്ര ബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പറഞ്ഞു കൊടുക്കേണ്ടവർ, തിരുത്തേണ്ടവർ നമ്മളാണ്. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ അതൊക്കെ ചെയ്തവരുണ്ടാകും. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും അത് വേണ്ടെന്ന് വെക്കാൻ നിമിഷങ്ങൾ ആവശ്യമില്ല, ഒരൊറ്റ വാക്ക് മതി. ഇല്ല, നമ്മുടെ വീട്ടിൽ അതില്ല എന്ന് തീരുമാനിച്ചാൽ പിൻവലിക്കാവുന്ന കേസേ ഉള്ളൂ. സഹോദരങ്ങളെ, ഇതെല്ലാം ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസി ജീവിക്കുന്നത് ഏതോ ഒരു ചിന്താധാരയുടെ പിറകിലല്ല, വഹിയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പഠിപ്പിച്ചു. സമിഅനാ വഅതഅനാ, നമ്മുടെ പണി എന്താ? ഞാനത് കേട്ടിരിക്കുന്നു, ഞാൻ ഇനി മുതൽ അത് അനുസരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കലാണ്. ഇതിന് നമുക്കൊരൽപ്പം ഈമാൻ വേണം, നല്ല നിലപാട് വേണം, ആദർശം വേണം, പക്വമായ സമീപന രീതികൾ വേണം. അള്ളാഹു നമ്മെ എല്ലാം ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ നിധിയാണ് ബർക്കത്ത്. പടച്ചോനെ ബർക്കത്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാത്തവരല്ല നമ്മൾ. ബർക്കത്ത് തേടി യാത്ര പോകുന്നവരുണ്ട്, ബർക്കത്തിനു വേണ്ടി പലതും ചെയ്യുന്നവരുണ്ട്. ഏതെല്ലാം ജീവിത മേഖലകളിൽ അവർ ഇടപഴകുമ്പോഴൊക്കെ അവരുടെ മനസ്സിലുണ്ട്, അള്ളാന്റെ ബർക്കത്ത് എനിക്ക് കിട്ടണമെന്നുണ്ട്. പക്ഷെ സ്വീകരിക്കുന്ന പല വഴികളും തെറ്റായ വഴികളായി മാറുന്നു. അതിനുവേണ്ടി ആരൊക്കെയോ തുപ്പിയതോ മറ്റല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടുവെച്ചതോ ആയ വെള്ളം തേടി, കന്നാസുകൾ തേടി നടന്ന് വെള്ളം ശേഖരിച്ചു വന്ന് അത് വീട്ടിൽ സൂക്ഷിച്ചാൽ ബർക്കത്തുണ്ടാകുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും എഴുതി തന്നത് വീടിന്റെ 4 മൂലയിൽ
കുത്തിത്തറച്ച് വെച്ചാൽ എന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ബറക്കത്ത് തേടിയിട്ട് കേന്ദ്രങ്ങളെ, സ്ഥലങ്ങളെ സന്ദർശിക്കുന്ന ആളുകളുണ്ട്. വ്യക്തികൾ, ഇന്ന വ്യക്തികളൊക്കെ വലിയ ബറക്കത്തുള്ള ആളുകളാണ്, തങ്ങൾമാർ. നമ്മൾ അവരെ അനാദരിക്കുകയല്ല. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു പുതിയ സംഘടനക്ക് രൂപം കൊണ്ടിട്ടുണ്ട്. കേരളത്തിലെ ഒറിജിനൽ തങ്ങൾമാർക്ക് മാത്രമുള്ള അഹ്ലു ബൈത്ത് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടി വന്നു. അവർ പറയുന്നു, കേരളത്തിൽ ഒരുപാട് വ്യാജ തങ്ങന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അത് ഭയങ്കര ശല്യമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും എന്ന പോലെ ഇതിലും കുറെ വ്യാജന്മാരുണ്ട്. സഹോദരങ്ങളെ, ഈ വ്യാജന്മാരും ഒറിജിനലും ഒക്കെയുള്ള ഈ ഫൈറ്റിങ്ങിലൊക്കെ പ്രധാനപ്പെട്ടത് ഒന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇതിലേതാണ് യഥാർത്ഥം, ഏതാണ് വാസ്തവമെന്ന്. സത്യത്തിൽ ഒരു മനുഷ്യന് ബർക്കത്ത് കിട്ടാൻ ഇസ്ലാം പഠിപ്പിച്ചത് ഇതൊന്നുമല്ല. ഞാൻ ഏറ്റവും ചുരുങ്ങി 5 കാര്യം പറയാം. 1, നല്ല ഈമാനും നല്ല തഖ്വണ്ടോ അയാളുടെ ജീവിതത്തിൽ പടച്ചോൻ ബർക്കത്ത്. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ബർക്കത്ത് വേണോ? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആ ഗ്രാമത്തിലുള്ള ആളുകൾ അല്ലാഹുവിൽ വിശ്വസിച്ച് വത്തഖൂ, നല്ല തഖ്വ പാലിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിലും അവർക്ക് ധാരാളം ബറക്കത്ത് നാം കൊടുക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കേദാര ഭൂമിയിലേക്ക് പടച്ചറബിന്റെ അനുഗ്രഹങ്ങളുടെ ബറകാത്തുകൾ തരാൻ പടച്ചറബ് പറഞ്ഞ നിബന്ധന ഈമാൻ സൂക്ഷിക്കുക, തഖ്വയിൽ ജീവിക്കുക. 2, അൽ ഇസ്തിഗ്ഫാർ, പടച്ചോനെ പുറത്തേർന്നേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവുക. ഒരു പാപം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നുണ്ടോ? റബ്ബ് നമ്മുടെ ജീവിതത്തിൽ, കച്ചവടത്തിൽ, സമ്പത്തിൽ, വെള്ളത്തിൽ, നമ്മുടെ മേഖലയിൽ പടച്ചോൻ ബറക്കത്ത് തരും. ഖുർആനാ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് സമൃദ്ധമായ വെള്ളം ഇറക്കി തരും. ധാരാളം സമ്പത്തും മക്കളും തരും. തോട്ടങ്ങളും തരും, നല്ല അരുവികളും നിങ്ങൾക്ക് തരും. എന്താ പണി? പടച്ചോനെ പുറത്ത് തന്നെ പടച്ചോനെ എന്നുള്ള മനസ്സറിഞ്ഞ പ്രാർത്ഥന ഉണ്ടെങ്കിൽ. 3-ാമത്തെ കാര്യം എന്താ? വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യാം. ഈ ബർക്കത്ത് തേടിയിട്ട് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആളുകളുടെ സ്വന്തം വീട്ടിൽ ബർക്കത്തുണ്ട്. എന്താ? ആ വിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്ന് ഓതാൻ തുടങ്ങുക. നീ എത്ര ആയത്താണോ ഓതുന്നത് അതിനനുസരിച്ച് വീട്ടിൽ ബർക്കത്തുണ്ടാകും. അതിനൊന്നും നേരല്ല. ആഴ്ചയിലെ 168 മണിക്കൂറിൽ 1 മണിക്കൂർ ഇരുന്ന് ഖുർആൻ പഠിക്കാൻ പോലും നേരല്ല. സ്വന്തം മക്കൾക്ക് CR എന്ന സംവിധാനമുണ്ട്. മറ്റെല്ലാത്തിനും മണിക്കൂറുകൾ കൊടുത്ത് 1 മണിക്കൂർ എന്റെ കുട്ടി ദീനെന്ന് വല്ലതും പഠിക്കട്ടെ എന്ന് കൊടുക്കാൻ നമ്മൾ സന്നദ്ധരല്ല. പക്ഷെ ബർക്കത്ത് എല്ലാവർക്കും വാരോളം വേണം. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഈ ഖുർആൻ ഓദിക്കോ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഖുർആനിന്റെ പ്രത്യേകത, നാം ഇത് നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. മുബാറകുൻ, ബറക്കത്തുള്ളതാണ്, ബറക്കത്തുള്ളതാണ്. ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയാത്തുകളെ പറ്റി ഉറ്റാലോചിക്കാൻ വേണ്ടി ഇറക്കി തന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര ആയത്തുകൾ അധികരിപ്പിക്കുന്നുണ്ടോ അത്രയും നമ്മുടെ വീട്ടിൽ ബർക്കത്ത് കൂടും. ആൾക്കാരിങ്ങനെ ചോദിക്കാണ്, എങ്ങനെ ബർക്കത്തുണ്ടാകുക? മറുപടി ഇതാണ്. വീട്ടിൽ എത്ര ഖുർആനിന്റെ ആയത്തിന്റെ എണ്ണം കൂടുന്നുണ്ടോ, ഒത്തുകൂടുന്നുണ്ടോ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് വരും. അല്ലാതെ നമ്മൾ വേറെ ഏതാളെ കൊടുന്ന് കുറ്റിയടിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. 4-ാമത്തെ കാര്യം അശ്ശുക്ർ വൽ ഹംദ്, അള്ളാഹ്ക്ക് കിട്ടിയതിന് ശുക്ർ പറയുന്ന, അള്ളാഹനെ സ്തുതിക്കുന്ന മനസ്സുണ്ടാവണം. ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹ്ക്ക് ശുക്ർ കാണിച്ചാൽ അള്ളാഹ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അധികരിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. അതൊക്കെ ബർക്കത്താണ്.
അഞ്ചാമത്തെ കാര്യം തവക്കുൽ, അള്ളാനെ തവക്കുലാക്കുക. എൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനും കഴിവുള്ളത് എൻ്റെ റബ്ബിനാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നീക്കാൻ കഴിവുള്ള റബ്ബിനാണ്. തവക്കുലിന്റെ ബോധം ഉണ്ടെങ്കിൽ അള്ളാഹ് ബറക്കത്ത് നൽകും. വമയ്യ തവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബു, അവന് അള്ളാഹ് മതിയായതാണ്, എല്ലാം തരും. അള്ളാഹനെ തവക്കുലാക്കിക്കോ, പടച്ചവനെല്ലാം തരാൻ കഴിവുള്ളവനാണ്. ഈ സുന്ദരമായ കാര്യങ്ങളെ ഖുർആൻ കൊണ്ട് നമുക്ക് സ്ഥിരപ്പെട്ടു. ഹദീസ് വായിച്ചാൽ ഒട്ടനേകം കാര്യങ്ങൾ. നിങ്ങൾ സംഘമായി കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കൂ, നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടും. പിന്നെ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൂ, നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കപ്പെടും. നിങ്ങൾ ജമാഅത്തിന് പരിഗണന കൊടുക്കൂ, ബറക്കത്ത് ലഭിക്കപ്പെടും. എത്രയെത്ര വാക്കുകൾ ബറക്കത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എൻ്റെ കിട്ടുന്ന ജോലിയിലും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടത്തിലും, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും എനിക്ക് അള്ളാഹുവിൻ്റെ ബറക്കത്ത് കിട്ടണമെങ്കിൽ അള്ളയും റസൂലും പഠിപ്പിച്ച മാർഗങ്ങൾ തേടലല്ലാതെ തെറ്റായ വഴികളിൽ ഒരിക്കലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധ്യമല്ല.